Thank you so much for your valuable time for our YouTube channel. ഒരു ഫോട്ടോ കൂടി Thank you. ഈ സ്ഥലം പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാരെ സീക്രട്ട് സ്ഥലമായിരുന്നു. എന്തെങ്കിലും യുദ്ധമായ സമയത്ത് ഈ മിനിസ്റ്റർമാരെല്ലാം വന്നിരിക്കാൻ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ്. ഇത് പറഞ്ഞാൽ ഇതിനെ കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ വായും ക്ലീനാവും, നമുക്ക് ഫുഡിന് ടേസ്റ്റും വരും. സുഹൃത്തുക്കളെ, നമ്മൾ ഹംപിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, വർഷങ്ങളായി നമ്മുടെ ഓർമ്മ വെച്ച കാലം മുതൽ കേട്ട് പരിചിതമായ ഒരു സ്ഥലമാണിത്. തീർച്ചയായും ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ അധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചരിത്രത്തിൻ്റെ ഭാഗമായ പ്രശസ്തമായ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റുള്ള ചില കാര്യങ്ങൾ നമ്മൾ തുടർ സമയങ്ങളിൽ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഇത് നമ്മൾ പല്ലിയേക്കുന്ന ചപ്പല്ലേ? ഇത് പറഞ്ഞാൽ വേപ്പിന് ചപ്പ ഞാൻ ഉപയോഗിക്കലുണ്ട്. ഇത് പറഞ്ഞാൽ ഇതിനെ കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ വായും ക്ലീനാവും, നമുക്ക് ഫുഡിന് ടേസ്റ്റും വരും, പിന്നെ നമ്മളെ കുടലും ക്ലീനാവും. ഇതൊരു വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. പ്രത്യേകിച്ചിട്ടും നമ്മുടെ സ്ഥലം കൃത്യമായ രീതിയിൽ ദൂരം പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും, അതായത് കർണാടകയിലെ തലസ്ഥാനമായ ബാംഗ്ലൂരിൽ നിന്നും ഏതാണ്ട് 340 കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്, തുംഗഭദ്ര നദിയുടെ തീരത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ മനോഹരമായ പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട താഴ്വരയിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളിൽ ഒന്നാണ് ഹംപി. ഹംപിയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈവിധ്യപൂർണമായ ചരിത്രമാണ് ഹംപിക്കുള്ളത്. അതായത് ഏറ്റവും ശക്തമായ സാമ്രാജ്യങ്ങളിൽ ഒന്നായ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇത്. മുൻപ് വളരെ റോയൽ ഒരു ഏരിയ ആയിരുന്നു ഇത്, റിച്ച് ഏരിയ ആയിരുന്നു. ലോകത്തിൽ തന്നെ രണ്ടാമത്തെ റിച്ചസ്റ്റ് പ്ലേസ് ആയിരുന്നു ഹംപി. പിന്നെ അന്ന് ശരിക്കും പറഞ്ഞാൽ വിവിധ തരം സുഗന്ധവ്യഞ്ജനങ്ങൾ, അതേപോലെ കുതിരക്കച്ചവടം, ആനക്കച്ചവടം ഒക്കെ വിപുലമായിട്ട് നടന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു ഈ ഹംപി. അതേപോലെ ഈ കച്ചവടം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള കച്ചവടം ഉണ്ടായിരുന്നു. അതായത് ഒന്ന് വളരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കുള്ള കച്ചവടം, രണ്ടാമത്തേത് വളരെ കുറച്ചുകൂടി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള കച്ചവടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചരിത്രം നമ്മൾ ഹംപിയെ കുറിച്ചിട്ട് പറയാനുണ്ടാകും. ഞാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, എൻ്റെ മനസ്സിൽ വന്ന, ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം, അന്ന് യൂസ് ചെയ്ത ഒരു കുളമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് അന്നത്തെ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന കുളമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് നേരെ ജലം അവിടത്തേക്ക് ആ കാണുന്ന കെട്ടിടത്തിലേക്ക് പോകുകയും അന്നത്തെ AC-യുടെ ഫീല് കിട്ടുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇവിടുന്നാണ് അവിടത്തേക്ക് വരുന്നത്. അന്ന് രാജാക്കന്മാരൊക്കെ ഈ യുദ്ധത്തിന് പോകുന്ന സമയത്ത് റാണിമാർ താമസിച്ചിരുന്ന ഒരു ഇടം കൂടിയാണിത്. അതായത് അന്ന് അവർക്ക് സേഫായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് ലോട്ടസ് മഹൽ. അപ്പോൾ ഇവിടെ ഈ ലോട്ടസ് മഹലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഒരു കെട്ടിടമാണിത്. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ നിന്ന് തന്നെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഹംപി ഗ്രാമത്തിലെ ഈ ഒരു വ്യത്യസ്തതയും അതേപോലെ ചരിത്രവും മനോഹാരിതയൊക്കെ അറിയാനും ആസ്വദിക്കാനും ആയി ഈ ഒരു ഹംപിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ ബേക്കിലായി, അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, ഒരു ഡാൻസ് ഹാൾ ഉണ്ടായിരുന്നു. അതായത് അന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മനോഹരമായ നൃത്തങ്ങൾ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഹാളായിരുന്നു. കാലങ്ങൾക്ക് ഇപ്പുറം അത് തകർക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അന്ന് വളരെ മനോഹരമായ രീതിയിലുള്ള, വളരെ ആകർഷകമായ രീതിയിലുള്ള ഒരു ഡാൻസിങ് ഹാൾ തന്നെയായിരുന്നു. ഈ ഒരു ഡാൻസിങ് ഹാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്,
ഇതിന്റെ ചുമരായിക്കോട്ടെ അല്ലെങ്കിൽ ടോപ്പിലുള്ള ഭാഗമായിക്കോട്ടെ ടോട്ടൽ മരം കൊണ്ടാണ് പണി കഴിപ്പിച്ചിരുന്നത്. ഈ കാണുന്നത് ആനകൾ അന്ന് വിശ്രമിച്ച സ്ഥലമാണ്. കൃഷ്ണദേവര രാജാവായിരുന്നു ഇവിടുത്തെ. അപ്പോൾ അവർക്ക് 2 ഭാര്യയുണ്ട്, 2 ക്യൂൻ. അപ്പോൾ ആ 2 ക്യൂവിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ എത്ര ഏരിയ അവർ ആക്കി വെച്ച് രാജാവിന്റെ പേര് കൃഷ്ണദേവരായ. Both queen Chinna Devi, Tirumala Devi, 3 palace use resting. ചിന്നാദേവിയും തിരുമല ദേവിയ 2 റാണികളുടെ പേര്. And then summer days they use 1 palace, both queen. In winter days both queen use 2 palace. അപ്പോൾ സമ്മറിന് വേണ്ടിയിട്ട് അവർ സമ്മറും വിന്ററും അവർ രണ്ടാളും കൂടി യൂസ് ചെയ്യുന്ന പാലസ് ആയത്. And winter days they use both queen, both palace, wooden structure palace. വുഡൻ വിന്റർ ചൂടിലെ സമയത്ത് ഈ 2 റാണിമാർ ഈ മരം കൊണ്ട് ഉണ്ടാക്കിയ മരം ചന്ദനം തേക്കും അതെല്ലാം ഉണ്ടാക്കിയ ഇവിടെയാ ഇവർ താമസം 2 റാണിമാർ. There's a place called by summer days used by both queen use palace. That palace name called by Lotus Mahal, natural air condition palace. ഇത് അവർക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് അവർ എയർ കണ്ടീഷൻ പോലെ ഇന്നത്തെ എയർ കണ്ടീഷൻ പോലത്തെ പാലസ് അത് ലോട്ടസ് പാലസ് ഇപ്പം കണ്ട്. Lotus Palace 3 types of the style. It was a natural AC, Hindu, Islamic, Jain architecture. ഇത് 3 ടൈപ്പിലെ ആർക്കിടെക്റ്റാണ് ഈ ലോട്ടസ് മഹലിന്. ഹിന്ദു, ഇസ്ലാമി, ജൈനിന്റെ. Vijayanagara had 900 elephants. Vijayanagara 900 elephant ഉണ്ടായിരുന്നു ഇവിടെ. All the elephant not keep here. Only 11 elephants here they used to keep. അതിന്റെ ഉള്ളിൽ നിന്ന് 11 ആന മാത്രമേ ഇവിടെ വെക്കൂ. Royal elephants. Other elephant they used to keep capital city. Vijayanagara capital Anegundi. അവിടെയാ ഈ ബാക്കിയിലെ ആനകളെ അവിടെയാ സ്റ്റേ ചെയ്യുക. ബാക്കിയിലെ റോയൽ എലിഫന്റിന് 11 ആനകളെ ഇവിടെയാ. Each room each elephant. In Vijayanagara one of the famous festival Dasara festival. In Dasara festival days the elephant they used to Dasara. This elephant. ഇവിടുത്തെ ഒരു ഫേമസ് ആയ ഒരു ഫെസ്റ്റിവലാണ് നമ്മുടെ നാട്ടിലെ ഓണം പോലത്തെ ഇവിടെ ദസറയാണ്. അപ്പോൾ ആ ദസറയിലെ സമയത്ത് ഈ 11 ആനകളെ പുറത്തേക്ക് കൊടുക്കുക ഇവിടുന്ന്. So very important elephant, very important also elephant driver. The elephant driver rules. അപ്പോൾ ഈ 11 ആനകളെ എല്ലാം ശുശ്രൂഷിക്കാൻ വേറെ അവിടുത്തെ ആനപ്പാപ്പന്മാർ അവിടെ താമസം ആ ഏരിയയിൽ. In the top there is a 3 types of the style. Elephant stable there is a 3 styles. Hindu, Islam with Jain architecture. ഇതിന് മേലെ ഈ മുകുടങ്ങൾ ഉണ്ടല്ലോ ഈ ആനകൾ. അപ്പോൾ ഈ 3 ടൈപ്പാണ് എല്ലാം കാണുന്നില്ല. ഓരോരോ വേറെ ഷേപ്പിലാണ്. ഒന്നും സിമിലർ അല്ല, എല്ലാം വേറെ ഷേപ്പ്. സുഹൃത്തുക്കളെ, ഈ കാണുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന വാതിലുകളാണ്. അതായത് കല്ലുകൊണ്ട് ചെത്തിയെടുത്ത വാതിലുകളാണ് ഈ കാണുന്നത്. മോണോലിത്തിക് സ്റ്റോൺ ഡോറാണിത്. ഇത് ഈ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ മഹാനവമി പറഞ്ഞ ഒരു നവമി ഇല്ലേ, അപ്പോൾ ആ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ മാത്രമേ ഉള്ളൂ റോയൽസ്. ഇതിന് മേലെയ നമ്മൾ ഡാൻസ് എല്ലാം നൃത്തവും കാര്യങ്ങളെല്ലാം ഉണ്ടാവാൻ. ഇതിപ്പോൾ അതിൻ്റെ ബേസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ആ ബാക്കിയുള്ള മേൽഭാഗം എല്ലാം നശിപ്പിച്ചു കളഞ്ഞു മംഗൾസ്. ഇതിൻ്റെ മേലെല്ലാം കംപ്ലീറ്റ് മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഇതായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഡാൻസിങ് ആളും മ്യൂസിക്കൽ എല്ലാം ചെയ്യുന്നതെല്ലാം ഈ സ്റ്റേജിൻ്റെ മേലെയാണ്. Hello, madam. Hello. What's your opinion about the Hampi? Oh, Hampi is a very beautiful place. I have already been here,
and it is my second time in Hampi, just because I like this place and I Okay, wanted okay, to come back Actually, you are from? from Russia. Oh, super. So not European, Russians. Yeah. Okay. Then I need to know about your opinion about our country, India. Yeah, we're staying here for a long time. So yeah, we like your country. We think that it is our second home. Yeah. Okay. Yeah. We are from Kerala. Wow. Yeah. We love Th- Kerala very much. Okay. Thank you so much for your valuable time for our YouTube channel. ഒരു ഫോട്ടോ കൂടെ എടുത്തു, ഒരു ഫോട്ടോ കൂടെ. സുനിബ, ഈ സ്ഥലം പറഞ്ഞാൽ പണ്ട് രാജാക്കന്മാരെ സീക്രട്ട് സ്ഥലമായിരുന്നു. എന്തെങ്കിലും യുദ്ധ സമയത്ത് ഈ മിനിസ്റ്റർമാരെല്ലാം വന്നിരിക്കാൻ ഇവിടെയാ ഇതിന്റെ ഉള്ളിലാ. ഇത് പറഞ്ഞ ഇപ്പൊ ഇത് തുറന്നിട്ടാ കാണുന്നത് ഈ സ്ഥലം. ഇതിന്റെ മേലെ വാട്ടർ ടാങ്ക് ആയിരുന്നു. ഇതിന് വെള്ളത്തിന്റെ ടാങ്ക്. അപ്പം വാട്ടർ ടാങ്കാന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ അടിഭാഗം പച്ച കല്ലായിരുന്നു, ഗ്രീൻ മാർബിൾ. അപ്പോൾ ഇവരെന്താക്കൂ, ആ ചേംബറിലോട്ട് കടക്കും ഉള്ളില്. എന്നിട്ട് പോകുന്ന സമയത്ത് ഒറ്റൊരു ചേംബറുള്ളൂ, അതിലോട്ട് മാത്രമേ പോകാൻ പറ്റൂ. അതേ ഇതിന്റെ സീക്രട്ട് ഇവിടെ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും അറിയില്ലല്ലോ. അത്രക്കും സീക്രട്ടിലെ ആൾക്കാരോട് മാത്രമേ ഈ കാര്യങ്ങൾ പറയൂ ഇവിടുന്ന്. പണ്ട് മേലെ വെള്ളവും ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ഉള്ളില് തണുപ്പുണ്ടാവും. ഇതാണ് സീക്രട്ട് ചേംബർ. ഇതിന്റെ അടിഭാഗം ഗ്രീൻ മാർബിൾ ആയിരുന്നു ആദ്യം. അപ്പൊ ഇതിന്റെ മേലെ ഇവര് മറിച്ചത് വെള്ളത്തിന്റെ ടാങ്കിനെ കൊണ്ടാണ്. അപ്പോൾ വെള്ളത്തിന്റെ ടാങ്ക് ആൾക്കാരെ വിചാരിക്കൂ, ഇത് വെള്ളത്തിന്റെ ടാങ്കാണ്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് രാജാവ് എല്ലാം സീക്രട്ട് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇത്.